ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്താനുള്ള നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുന്നു. 11 പ്രതികളെയും കോടതിയിലെത്തിച്ചു. ഗൂഢാലോചനയിൽ ഹൈക്കോടതി ഉൾപ്പെടുത്തിയ ജ്യോതിബാബു ഹാജരായില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ജ്യോതിബാബു ഹാജരാകാത്തത്. വിനിത വി.ജി. കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനിത, എപ്പോഴാണ് പ്രതികളെ എത്തിച്ചത്? നടപടിക്രമങ്ങൾ എപ്പോൾ തുടങ്ങും? വേണു, അല്പസമയത്തിനകം കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രതികളെ, ഈ കേസുമായി ബന്ധപ്പെട്ട് 12 പ്രതികളാണ് ഉള്ളതെങ്കിലും 11 പേരെയാണ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. വിവിധ ജയിലുകളുണ്ടായിരുന്ന പ്രതികളെ ഇന്നലെ തന്നെ കാക്കനാട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി പോലീസിന്റെ വാനിൽ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. അതായത് കൊടിസുനി, ഒപ്പം കിർമാണി മനോജ്, അനൂപ്, കെ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് എത്തിച്ചിട്ടുള്ളത്. കേസിലെ മറ്റൊരു പ്രതിയായ ജ്യോതിബാബുവിനെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ആരോഗ്യ പ്രശ്നം ജയിൽ സൂപ്രണ്ട് ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജ്യോതിബാബുവിന് ഇന്ന് 3 മണിക്ക് ഡയാലിസിസ് നടത്തേണ്ടതിനാലാണ് ഹാജരാകാൻ കഴിയാത്തതെന്ന കാര്യമായിരിക്കും അറിയിക്കുക. ഈ ടി.പി. കൊലക്കേസിന്റെ ഗൂഢാലോചനയിൽ കുറ്റക്കാരനാണെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ കോഴിക്കോട് കോടതിയിൽ എത്തി ജ്യോതിബാബു കീഴടങ്ങുകയും ചെയ്തിരുന്നു. അല്പസമയത്തിനകം തന്നെ കേസിലെ തുടർ നടപടികൾ ആരംഭിക്കും. പരമാവധി ശിക്ഷ പ്രതികൾക്ക് ഉറപ്പാക്കണമെന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇതിലുള്ള തുടർവാദങ്ങളായിരിക്കും ഇന്നുണ്ടാവുക. ഈ കേസിന്റെ വാദം കേൾക്കുന്നതിനായി കെ രമയും എത്തിയിട്ടുണ്ട്. കോടതിയിൽ പ്രതീക്ഷയുണ്ടെന്നും നടന്നത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണെന്നുമായിരുന്നു കെ രമയുടെയും പ്രതികരണം. അവരും ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കോടതി കടക്കും. വേണു, വിനിത, ഈ ജ്യോതിബാബു എത്താത്തത് മതിയായ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ? തീർച്ചയായും വേണു, ഈ കേസിൽ ഗൂഢാലോചനയിൽ ജ്യോതിബാബുവിന് പങ്കുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് കോഴിക്കോട് ജ്യോതിബാബു എത്തുകയും കീഴടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് ഡയാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് 3 മണിക്കാണ് ഡയാലിസിസ് നടത്തേണ്ടത്. അതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ മുഖേന ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് 3 മണിക്ക് ഇത് നടക്കുന്നതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നുള്ള കാര്യം ജയിൽ സൂപ്രണ്ടിനോടും അറിയിച്ചിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ട് ഇക്കാര്യം ഇന്ന് കോടതിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്യും. വേണു, വിനിത, ഇതിപ്പോൾ ഗൗരവതരമായ നടപടിക്രമത്തിനല്ലേ തുടക്കമാകുന്നത് ഹൈക്കോടതിയിൽ? പ്രത്യേകിച്ച് ഈ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി, അതിനുമപ്പുറത്തേക്ക് ഈ പ്രതികൾക്ക് ശിക്ഷയ്ക്ക് അർഹതയുണ്ട് എന്ന രൂപത്തിലുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിൻ്റെ ഗൗരവതരമായ അടുത്ത ഘട്ടത്തിലേക്ക് ഹൈക്കോടതി കടക്കുന്നു എന്ന് തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് പ്രോസിക്യൂഷന്റെയും വാദം. അതായത് വിചാരണ കോടതി നേരത്തെ കേസിന്മേൽ ശിക്ഷ വിധിക്കുന്നു, പക്ഷേ അങ്ങനെ ഒരു ശിക്ഷയല്ല, അതിലും പരമാവധി ശിക്ഷ പ്രതികൾക്ക് ഉറപ്പാക്കണമെന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. അല്പസമയം മുമ്പ് കെ രമയെ കണ്ടപ്പോഴും അവർ സൂചിപ്പിച്ചത് ഇത് തന്നെയാണ്. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ അത് ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് മാതൃകാപരമായിരിക്കുന്ന ഒരു ശിക്ഷയായിരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ കഠിന തടവോ അല്ലെങ്കിൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ആയിരിക്കണം ഈ അതികഠിനമായിട്ടുള്ള അല്ലെങ്കിൽ പരമാവധി ശിക്ഷ എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുക. അതിലിനി ഏത് തരത്തിലാണ് ഈ കേസിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക, ഏതൊക്കെ തരത്തിലാണ് വാദങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. വാദങ്ങൾ അല്പസമയത്തിനകം തന്നെ കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ശരി, അല്പസമയത്തിനകം ടി.പി. കൊലക്കേസ് ഹൈക്കോടതി പരിഗണിക്കും. വിചാരണ കോടതി ശിക്ഷ വിധിച്ച പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിലാണ് വാദം തുടങ്ങുക. വിനീത വി.ജി. ആണ് വിശദാംശങ്ങൾ നൽകിയത്.